സ്ഥലത്ത് പോകുമ്പം അത് മൊത്തം കവർ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഒന്നിക്കിൽ അങ്ങോട്ട് പോകുമ്പം സെല്ലരി വഴി പോകും, അല്ലെങ്കിൽ തിരിച്ചു സെല്ലരി വഴി വരും. അങ്ങനെ ആയിരുന്നു എൻ്റെ ഇത്. അപ്പം പിന്നെ കുഴപ്പമില്ല, ഐ ആം റെഡി. അപ്പം 36,000 രൂപയായിരുന്നു ഈ കാറിന് കൊടുക്കേണ്ടത്. നമ്മൾ 3 ആളും. അപ്പോൾ ഒരാൾക്ക് 12,000 രൂപയാണ്. അപ്പം ഞാൻ ഫ്ലൈറ്റ് ക്യാൻസലാക്കി, മീൻസ് റീഫണ്ടാക്കി. പിന്നെ ഇവരെ കൂടെ ഐ ആം റെഡി എന്ന് പറഞ്ഞ് ഇറങ്ങി. പക്ഷെ നല്ല മനുഷ്യന്മാരാണേ ജർമ്മൻസ്. അതല്ലേ, അവർ 2 പ്രാവശ്യം EVC പോയ ആൾക്കാരാ. ഓ, അവർക്ക് ഭയങ്കര സ്ട്രെങ്താ. നമ്മളിപ്പോ പെട്ടെന്ന് കാണുന്ന ആൾക്കാർ വിശ്വസിച്ച് എങ്ങനെ കൂടെ പോകും എന്നുള്ളൊരു കൂടി കാണില്ലേ? ഇല്ല, എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. കാരണം ഒരാളെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അവരെങ്ങനെയുള്ളവരായിരിക്കും എന്നുള്ള കാര്യം മനസ്സിലാവും. പിന്നെ ജർമ്മൻസ് അല്ലേ, അങ്ങനെ അവരങ്ങനെ എനിക്ക് തെറ്റായിട്ടൊന്നും തോന്നിയിട്ടില്ല. ചേച്ചിക്ക് ഇപ്പം നിലവിൽ എത്ര വയസ്സായി? 59. 59 വയസ്സിലാണ് ഇത്രയും ദൂരം ഇത്രയും ദിവസം പോയിട്ട് അടിച്ചു പൊളിച്ചിട്ടൊക്കെ തിരിച്ചു വന്നത്, അത് ഒറ്റയ്ക്ക്. ഇതിൻ്റെ ഒരു നേക്ക് എങ്ങനെയാ? ഈ ഒറ്റയ്ക്ക് പോയി 59-ാമത്തെ വയസ്സിൽ വേറൊന്നും ചിന്തിച്ചില്ലേ? ഇറ്റ്സ് ലൈക്ക് വേറെ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. അതായത് എന്താ ഞാൻ ആഗ്രഹിച്ചതാണ്, എന്ത് പ്രതിസന്ധി ഉണ്ടായാലും ഞാൻ പോയിട്ട് വരും എന്നുള്ള ഉറച്ച തീരുമാനം എനിക്കുണ്ടായിരുന്നു. ഇവിടെ ഞാൻ പിന്നോട്ടില്ല, മുന്നോട്ട് വെച്ച കാലം മുന്നോട്ട് തന്നെ. ആ ലക്ഷ്യത്തിലെത്തിയിട്ട് ഞാൻ തിരിച്ചു വരുമല്ലോ എന്നുള്ള ഉറച്ച തീരുമാനം എനിക്കുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മളുടെ ഒരു കാലഘട്ടത്തിൽ ഒരു പെൺകുട്ടി ഒറ്റയ്ക്ക് പോവുക എന്ന് പറയുമ്പോൾ തന്നെ ഭയങ്കര അയ്യോ ഒറ്റയ്ക്ക് പോയോ എന്താവും എന്നുള്ളൊരു മനോഭാവത്തിലാണ് എല്ലാവരും നോക്കിക്കാണുന്നത്. ആ സമയത്താണ് ചേച്ചി ഒറ്റയ്ക്ക്, അതും ഇവിടെ കേരളത്തിലൊന്നും അല്ല, അങ്ങ് പുറത്ത് പോയേക്കുന്നത്. അപ്പോൾ ആൾക്കാരെങ്ങനെ നോക്കിക്കാണും, അവരെന്ത് വിചാരിക്കും? ആൾക്കാരെന്ത് വേണമെങ്കിലും വിചാരിച്ചോട്ട്, എനിക്കെന്താണ് ഒരു പ്രശ്നമില്ല. ഞാൻ എന്താണെന്ന് എനിക്ക് ബോധ്യമുണ്ടെങ്കിൽ ആൾക്കാരെന്ത് വിചാരിച്ചാൽ എനിക്ക് ഒരു പ്രശ്നമില്ല. മക്കളുണ്ടല്ലോ അല്ലേ സപ്പോർട്ടിന്? മക്കളുണ്ട്. അതാണ്. വീട്ടിൽ വേറെ ആരൊക്കെയല്ലേ? ഇവിടെ എൻ്റെ മക്കളുണ്ട്, 2 മക്കളാണ്, ആൺകുട്ടികളാണ്. പിന്നെ മൂത്താൾ കല്യാണം കഴിച്ച് അവൻ്റെ ഭാര്യയുണ്ട്, നല്ല മോളാണ്. പിന്നെ അവർക്കൊരു കുഞ്ഞുണ്ട്. ഹസ്ബൻഡ് 2 വർഷം മുന്നേ. അപ്പോൾ ഓക്കെ. അപ്പോൾ ഇങ്ങനെ പലരും പറയാറില്ലേ, ഹസ്ബൻഡ് ഉള്ള സമയത്ത് ഇവക്ക് പൊക്കൂടായിരുന്നോ, അല്ലെങ്കിൽ ഹസ്ബൻഡിനോട് പറഞ്ഞാൽ കൊണ്ടുപോകത്തില്ലായിരുന്നോ? ഇല്ല, അങ്ങനെ കൊണ്ടുപോകുന്നൊരവസ്ഥയിലായിരുന്നില്ല ഭർത്താവ്. കുറച്ച് ഓർമ്മക്കുറവും അൽഷിമേഴ്സൊക്കെ വന്നിട്ടുണ്ട്. ഒരു പ്രതിസന്ധി ഘട്ടത്തിലുണ്ടായിരുന്നു ഞാൻ ഒരു കാലത്ത് അങ്ങനെയായിരുന്നു. ഒരു 5ഓളം വർഷത്തിൽ അങ്ങേർക്ക് നല്ല ഇതായിരുന്നു. ഒരുപാട് മാനസിക സമ്മർദ്ദങ്ങളൊക്കെ ഞാൻ അനുഭവിച്ചിട്ടുണ്ടായി. അപ്പോൾ അതിലൂടെയാണ് എനിക്ക് സ്ട്രെങ്ത്തൊക്കെ വന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ഒരുപാട് കഷ്ടപ്പെട്ട് ജീവിച്ച ഒരാളാണ് ഈ സമയത്തെങ്കിലും ഒന്ന് സന്തോഷിക്കണം, അല്ലെങ്കിൽ ആഗ്രഹങ്ങളൊക്കെ. അങ്ങനെയാണ് ഞാൻ ആദ്യം തുടങ്ങിയത് തന്നെ യാത്ര. കാരണം അങ്ങേര് ഭയങ്കര നമുക്ക് മനസ്സിലാവും അൽഷിമേഴ്സ് രോഗം വന്നാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളത്. അത് അനുഭവിച്ചവർക്ക് മാത്രമേ അറിയാൻ പറ്റൂ. അത്രയും ഇതായിരുന്നു. അപ്പോൾ മാനസികമായി ഒത്തിരി സമ്മർദ്ദങ്ങൾ ഉണ്ടായിരുന്നു. അപ്പം പിന്നെ അതിന് ശേഷം അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ മക്കളോട് ഞാൻ പറഞ്ഞു, എനിക്ക് മാറി നിൽക്കണം, എൻ്റെ മൈൻഡിനൊന്നും എനിക്ക് കൺട്രോൾ ഇങ്ങനെ കുറച്ച് റെസ്റ്റ് ഇങ്ങനെ ഒന്ന് ശരിയാക്കാനുണ്ടെന്ന്. അപ്പോൾ അവരോട് നമ്മന്നൊരു യാത്ര നടത്തിക്കുമോ എവിടെയാണെന്ന് വെച്ചാൽ. അപ്പോൾ നോക്കുമ്പം KSRTC അന്നേരം യാത്ര തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നു, KSRTC ബസ് യാത്ര. അപ്പോൾ അവരുടെ കൂടെ ഞാൻ മൂന്നാറിൽ പോയി. ഫസ്റ്റ് യാത്ര അതായിരുന്നു, ഒറ്റയ്ക്കാണ്. അങ്ങനെ തുടങ്ങി അവസാനം ഇവിടെ എത്തിയത്. അങ്ങനെ ആ ഒരു പ്രതിസന്ധി ഘട്ടം തരണം ചെയ്യാനായിട്ട് തുടങ്ങിയൊരു ട്രിപ്പാണ് അവിടം വരെ, എവറസ്റ്റ് വരെ വന്ന് നിൽക്കുന്നത്. ഫസ്റ്റ് പോയ ലോങ് ട്രിപ്പ് ഏതായിരുന്നു? ഫസ്റ്റ് പോയ ലോങ് ട്രിപ്പ് പറഞ്ഞാൽ ഇത് തന്നെയായിരുന്നു. അത് 1 ഡേ ട്രിപ്പ് അല്ല, 2 ഡേയ്സ് ട്രിപ്പാണ്. അതെ, മൂന്നാറിൽ പോയ 2 ദിവസത്തെ യാത്രയായിരുന്നു മൂന്നാറിൽ പോയത്. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.